കണ്ണൂരിലെ ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊന്നത് വ്യക്തിവൈരാഗ്യം മൂലമെന്ന് എഫ്ഐആർ. പ്രതി സന്തോഷും മരിച്ച രാധാകൃഷ്ണന്റെ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം തുടരാൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമെന്നും എഫ്ഐആറിൽ പറയുന്നു. കൊലയ്ക്കുപയോഗിച്ച തോക്കിനായി തിരച്ചിൽ തുടരുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ് ജോർജ് ചേരുന്നു. ആന്റണി, ഓട്ടോ ഡ്രൈവറെ വെടിവെച്ച് കൊന്നത് വ്യക്തിവൈരാഗ്യം മൂലമാണ് എന്നതടക്കം പോലീസ് വ്യക്തമാക്കുന്നു. എന്താണ് ഇത്തരത്തിൽ ഈ ഒരു സംഭവത്തിന് ആയിട്ടുള്ളത്? ഒപ്പം തന്നെ ഈ ഒരു അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എഫ്ഐആറിലെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇന്നലെ ഈ കൊലപാതകം നടന്ന ഘട്ടം മുതൽ തന്നെ പോലീസിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് വ്യക്തി വൈരാഗ്യമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യമാണ്. ഏതായാലും അത് ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് പ്രധാനമായും വരുന്നത്. എഫ്ഐആറിൽ അത് തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ രാധാകൃഷ്ണനോട് പ്രതി സന്തോഷിനുണ്ടായിരുന്ന വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. അതായത് ഈ രാധാകൃഷ്ണന്റെ ഭാര്യയും പ്രതി സന്തോഷും സഹപാഠികളായിരുന്നു. ഇവർ തമ്മിലൊരു സൗഹൃദം ഉണ്ടായിരുന്നു. ഇത് തുടരാൻ കഴിയാത്തതിലുള്ള വൈരാഗ്യമാണ്, അല്ലെങ്കിൽ ഈ രാധാകൃഷ്ണൻ മൂലം ഇത് തുടരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. അതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ളതാണ് പോലീസ് എഫ്ഐആറിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. മാത്രമല്ല അതിനൊപ്പം തന്നെ ഇയാൾ നേരത്തെയും ഈ ഭീഷണി മുഴക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യവും കൂടി പുറത്തേക്ക് വരികയും ചെയ്യുന്നുണ്ട്. ഏതായാലും വ്യക്തി വൈരാഗ്യമാണ് പ്രതി സന്തോഷിന് ഈ രാധാകൃഷ്ണനോട് തോന്നിയ വ്യക്തി വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായി എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. മാത്രമല്ല ഈ രാധാകൃഷ്ണന്റെ ഭാര്യയുമായുള്ള സൗഹൃദം തുടരാൻ പ്രതി സന്തോഷിന് സാധിച്ചില്ല. അതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ പുറത്തേക്ക് വരികയാണ്. ഏതായാലും ഈ സന്തോഷിന്റെ അറസ്റ്റ് ഇപ്പോൾ പരിയാരം പോലീസ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് പോവുകയാണ്. ഏതായാലും ഇന്ന് വിശദമായി തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലായിരുന്നു പോലീസ് ഉണ്ടായിരുന്നത്. ഈ രാധാകൃഷ്ണനെ ഇന്നലെ ആണ് കൊലപ്പെടുത്തിയത്. രാധാകൃഷ്ണന്റെ നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിൽ വെച്ചാണ് ഈ വെടിവെച്ച് കൊലപ്പെടുത്തുന്നത് സന്തോഷ്. ആ ഘട്ടത്തിൽ ഇയാൾ ഒളിച്ചിരുന്നിട്ടാണ്, പതിയിരുന്നാണ് സന്തോഷിനെ ഈ രാധാകൃഷ്ണനെ വെടിവെച്ചത് എന്നുള്ള കാര്യവും കൂടി പോലീസ് ഇപ്പോൾ പറയുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കേസിൽ ഇപ്പോൾ സന്തോഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആന്റണി, അതോടൊപ്പം തന്നെ ഈ രാധാകൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചു തുടങ്ങിയ വിശദാംശങ്ങൾ വരുന്നുണ്ടോ? നടപടികളാണ്. പരിയാരം മെഡിക്കൽ കോളേജിലാണ് രാധാകൃഷ്ണന്റെ മൃതദേഹം നിലവിലുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. രാവിലെ തന്നെ അത്തരം നടപടികളിലേക്ക് പോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ആ നടപടികൾ പരിയാരം മെഡിക്കൽ കോളേജിലാണ് നടക്കുന്നത്. അതിനു പുറമെ ഈ പ്രതി സന്തോഷിനെ ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ ഹാജരാക്കിയേക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് തന്നെ ഇയാളെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിൽ ഇയാൾ പോലീസ് സ്റ്റേഷനിലാണ് ഉള്ളത്. പരിയാരം പോലീസ് സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലാണ് ഇയാൾ നിലവിലുള്ളത്. ഏതായാലും അയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയ സാഹചര്യത്തിൽ ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കും. അതുപോലെ തന്നെ രാധാകൃഷ്ണന്റെ സംസ്കാരവും ഇന്ന് നടക്കുകയും ചെയ്യും. അതിനൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ രാധാകൃഷ്ണനെ കൊല്ലാൻ ഉപയോഗിച്ച തോക്ക് അത് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യവും കൂടിയുണ്ട്. കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് കൊല്ലാൻ ഉപയോഗിച്ച ആയുധം. ആ തോക്ക് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയുള്ള തിരച്ചിലും ഇന്നിപ്പോൾ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ വീടിന് സമീപത്ത് തന്നെ ഉപേക്ഷിച്ചു, കൊലപാതകം നടന്ന പ്രദേശത്ത് തന്നെ ഈ സന്തോഷ ഒളിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ കൂടി തിരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, ആന്റണി ജിസ് ജോർജ് ആണ് വിവരങ്ങൾ പങ്കുവച്ചത്.